ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ തന്നെ നാവിൽ കൊതിയൂറാത്തവരായി അധികം ആരും ഉണ്ടാവില്ല. മസാലകളും ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ഒക്കെ ചേർന്ന് രുചികരമായ ആ സ്വാദ് ഒരിക്കൽ നാവിന് പിടിച്ചാൽ പിന്നെയും പിന്നെയും അത് നമ്മൾ തേടി ചെല്ലും. അതാണ് ബിരിയാണി എന്ന അത്ഭുതം. ഇനി അടുത്ത തവണ സ്വാദോടെ കഴിക്കും മുൻപ് ഇവന്റെ ചരിത്രം കൂടിയൊന്ന് അറിഞ്ഞു വെച്ചേക്കൂ. വറുത്തത്, പൊരിച്ചത് എന്നൊക്കെ അർത്ഥം വരുന്ന ബിറിയാൻ എന്ന പേർഷ്യൻ വാക്കിൽ നിന്നാണ് ബിരിയാണി എന്ന പേര് വന്നത്. കേരളത്തിന് പ്രാചീന കാലം മുതൽക്കേ അറേബ്യയുമായി വ്യാപാരബന്ധമുണ്ടായിരുന്നതിനാൽ നമ്മുടെ നാടിന് പണ്ട് മുതൽക്കേ ബിരിയാണിയും നെയ്ച്ചോറും ഏറെ പ്രിയപ്പെട്ടതാണ്. ഏഷ്യൻ രാജ്യങ്ങളിലെയും ഏഷ്യക്കാർ കൂടുതലായി കുടിയേറി പാർത്തിരുന്ന സ്ഥലങ്ങളിലെയും പ്രിയപ്പെട്ട ആഹാരമാണ് ബിരിയാണി. ഹൈദരാബാദി, തലശ്ശേരി, കോഴിക്കോട്, മലപ്പുറം എന്നിവയാണ് ബിരിയാണിയിലെ കേരളത്തിൽ പ്രചാരത്തിലുള്ള പ്രധാനപ്പെട്ട ഇനങ്ങൾ. ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട, മല്ലിയില എന്നിവയ്ക്ക് ബിരിയാണിയുടെ രുചി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുണ്ട്. ബിരിയാണികളിലെ നോൺ വെജിലാണ് വൈവിധ്യങ്ങൾ കൂടുതൽ. കോഴി, ആട്, മാട്, മീൻ, ഒട്ടകം തുടങ്ങിയ പല വൈവിധ്യങ്ങളിൽ ഇത് ലഭ്യമാണ്. കൂടുതലായും ബസ്മതി അരിയാണ് ബിരിയാണിക്കായി ഉപയോഗിക്കുന്നത്. ബിരിയാണിക്ക് രുചി കൂടുന്നത് അതിൻ്റെ ദമ്മിടൽ പ്രക്രിയയിലൂടെയാണ്. പാത്രത്തിന്റെ വക്കുകളിൽ മൈദമാവ് കുഴച്ച് വെച്ച് അടപ്പുകൊണ്ട് ഭദ്രമായി വായു കയറാത്ത വിധം അടച്ച് പാത്രത്തിന്റെ മുകളിലും അടിയിലും തീക്കനലിടുന്നു. ഇതാണ് ബിരിയാണിയുടെ ദമ്മിടൽ. ദമ്മിടുന്നതോടെ ബിരിയാണിയുടെ രുചി ഇരട്ടിക്കുകയും ചെയ്യും. എങ്ങനാ? അപ്പൊ ഇനി ഒരു ചൂടൻ ബിരിയാണി ആയാലോ?